റഷ്യ ഉക്രൈൻ യുദ്ധഭൂമിയിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വാർത്തകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഒന്നടങ്കം ഭീതിയുടെ മുനമ്പിലേക്ക് തള്ളിവിടുന്നതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഉക്രൈൻ അതിർത്തിക്കുള്ളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന കനത്ത സൈനിക പോരാട്ടങ്ങൾ ഇപ്പോൾ യൂറോപ്യൻ വൻകരയിലെ മറ്റ് പ്രമുഖ രാജ്യങ്ങളിലേക്ക് കൂടി പടരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതിന്റെ വ്യക്തമായ സൂചനകളാണ് മോസ്കോയിൽ നിന്നും പടിഞ്ഞാറൻ തലസ്ഥാനങ്ങളിൽ നിന്നും പുറത്തുവരുന്നത്. നാറ്റോ സഖ്യത്തിലെ ഏറ്റവും തന്ത്രപ്രധാനമായ രാജ്യങ്ങളിലൊന്നായ പോളണ്ടിനെ ലക്ഷ്യമിട്ട് റഷ്യൻ ഭരണകൂടം നടത്തിയ പുതിയ വെളിപ്പെടുത്തലുകൾ വരും ദിവസങ്ങളിൽ യുദ്ധത്തിന്റെ ഗതി പൂർണ്ണമായും മാറ്റിയെഴുതാൻ പോന്നവയാണ്. ബ്രിട്ടീഷ് മാധ്യമങ്ങളും പോളിഷ് പത്രങ്ങളും ഒന്നിച്ച് പുറത്തുവിട്ട ഒരു ഞെട്ടിക്കുന്ന റിപ്പോർട്ടോടെയാണ് പുതിയ വിവാദങ്ങളുടെ തുടക്കം. വരും മാസങ്ങളിൽ റഷ്യൻ സൈന്യം പോളണ്ടിന് മേലൊരു കടുത്ത സൈനിക അധിനിവേശത്തിന് പദ്ധതിയിടുന്നു എന്നതായിരുന്നു ആ വാർത്ത. അന്താരാഷ്ട്ര തലത്തിൽ വലിയ നയതന്ത്ര ചലനങ്ങൾ ഉണ്ടാക്കിയ ഈ റിപ്പോർട്ടിനോട് ക്രെംലിൻ വക്താവായ ദിമിത്രി പെസ്കോവ് അതീവ ഗൗരവത്തോടെയാണ് പ്രതികരിച്ചത്. പ്രമുഖ റഷ്യൻ മാധ്യമ പ്രവർത്തകനായ പവൽ സറൂബിന് നൽകിയ ഈ പ്രത്യേക അഭിമുഖത്തിൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഈ നീക്കങ്ങൾക്ക് പിന്നിലെ ഗൂഢാലോചനകളെ അദ്ദേഹം പൂർണ്ണമായും തുറന്നു കാട്ടുകയുണ്ടായി. പടിഞ്ഞാറൻ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന ഇത്തരം വാർത്തകൾ കേവലം ഭയപ്പെടുത്തുന്ന കഥകൾ മാത്രമാണെന്ന് പെസ്കോവ് പരിഹസിച്ചു തള്ളി. റഷ്യയെ ലോകത്തിന് മുന്നിൽ ഒരു അധിനിവേശ ശക്തിയായി ചിത്രീകരിക്കാനും നാറ്റോ അംഗരാജ്യങ്ങൾക്കിടയിൽ അനാവശ്യമായ പരിഭ്രാന്തി ഉണ്ടാക്കി വൻതോതിൽ ആയുധ കച്ചവടം നടത്താനുമുള്ള ബോധപൂർവമായ ശ്രമമാണിതെന്ന് അദ്ദേഹം ആഞ്ഞടിച്ചു. പോളണ്ടിനെ ആക്രമിക്കാൻ റഷ്യയ്ക്ക് നിലവിൽ പദ്ധതികളൊന്നുമില്ലെന്ന് വ്യക്തമാക്കുമ്പോൾ തന്നെ പടിഞ്ഞാറൻ രാജ്യങ്ങൾ റഷ്യയുടെ അതിർത്തികളിൽ നടത്തുന്ന ഓരോ നീക്കങ്ങളും തങ്ങൾ കൃത്യമായി നിരീക്ഷിക്കുന്നുണ്ടെന്ന കടുത്ത മുന്നറിയിപ്പും അദ്ദേഹം നൽകി. എന്നാൽ പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഭീതിയെ വെറും ഒരു മാധ്യമ സൃഷ്ടിയായി തള്ളിക്കളയുന്നതിനപ്പുറം പോളണ്ടിനെതിരെ അതീവ ഗുരുതരമായ സൈനിക ആരോപണങ്ങളാണ് ക്രെംലിൻ ഔദ്യോഗികമായി ഉന്നയിച്ചിരിക്കുന്നത്. റഷ്യൻ ഭൂപ്രദേശങ്ങൾക്കും സൈനിക താവളങ്ങൾക്കും നേരെ ഉക്രൈൻ സൈന്യം തദ്ദേശീയമായി നിർമ്മിച്ചതെന്ന് അവകാശപ്പെട്ട് തൊടുത്തുവിടുന്ന മാരകമായ യുദ്ധ ഡ്രോണുകളുടെ യഥാർത്ഥ ഉറവിടം പോളണ്ടാണെന്ന് പെസ്കോവ് വെളിപ്പെടുത്തി. റഷ്യൻ ജനതയുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഇത്തരം പ്രതിരോധ വ്യവസായ കമ്പനികൾക്ക് പോളണ്ട് തങ്ങളുടെ മണ്ണിൽ പരസ്യമായ അഭയവും സാങ്കേതിക സഹായവും നൽകുന്നുണ്ടെന്നാണ് റഷ്യൻ ഇന്റലിജൻസ് കണ്ടെത്തിയിരിക്കുന്നത്. തങ്ങളുടെ ആഭ്യന്തര സുരക്ഷയെയും പരമാധികാരത്തെയും നേരിട്ട് വെല്ലുവിളിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ നാറ്റോ രാജ്യത്തിന്റെ മണ്ണിൽ നടക്കുമ്പോൾ റഷ്യയ്ക്ക് കയ്യും കെട്ടി നോക്കിയിരിക്കാൻ സാധിക്കില്ലെന്ന കടുത്ത സന്ദേശമാണ് മോസ്കോ നൽകുന്നത്. ഉക്രൈന് പിന്നിൽ ഒളിച്ചിരുന്ന് റഷ്യക്കെതിരെ നിഴൽ യുദ്ധം നടത്തുന്ന പടിഞ്ഞാറൻ തന്ത്രങ്ങൾ ഇനി അനുവദിക്കില്ല. യൂറോപ്പിലുടനീളം വ്യാപിച്ചു കിടക്കുന്ന ഇത്തരം പ്രതിരോധ അനുബന്ധ കമ്പനികളുടെയും ആയുധ നിർമ്മാണശാലകളുടെയും കൃത്യമായ ലൊക്കേഷനുകളും വിവരങ്ങളും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം നേരത്തെ തന്നെ ശേഖരിച്ച് പരസ്യപ്പെടുത്തിയിട്ടുണ്ടെന്ന കാര്യവും പെസ്കോവ് ഓർമ്മിപ്പിച്ചു. ഇത് നാറ്റോ സഖ്യത്തിനുള്ള കൃത്യമായ ഒരു ടാർഗറ്റ് മുന്നറിയിപ്പായാണ് അന്താരാഷ്ട്ര സൈനിക നിരീക്ഷകർ വിലയിരുത്തുന്നത്. പടിഞ്ഞാറൻ ശക്തികൾ റഷ്യയുടെ ക്ഷമ ഇനിയും പരീക്ഷിക്കാൻ മുതിർന്നാൽ അത് യൂറോപ്പിന്റെ ഭൂപടം തന്നെ മാറ്റിമറിക്കുന്ന വലിയൊരു ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അതിർത്തികളിൽ കനത്ത സൈനിക വിന്യാസവും മിസൈൽ സന്നാഹങ്ങളും ശക്തമാക്കിക്കൊണ്ട് ഏത് തരത്തിലുള്ള അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ വ്ളാഡിമിർ പുടിന്റെ സൈന്യം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. ഉക്രൈൻ യുദ്ധം ഒരു ആഗോള യുദ്ധത്തിലേക്ക് വഴിമാറുമോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ ലോകരാജ്യങ്ങൾ.